ഹായ് ഫ്രണ്ട്സ്, റോയൽ ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സ്റ്റാൻഡേർഡ് 350യുടെ കിക്കർ അടിക്കുമ്പോൾ കസ്റ്റമർ നമ്മളോട് കംപ്ലയിൻറ്റ് പറഞ്ഞു വെച്ചാൽ കിക്ക് സ്റ്റാർട്ട് അടിക്കുമ്പോൾ റിട്ടേൺ വരുന്നില്ല എന്നാണ്. എന്നുവെച്ചാൽ കിക്കർ റിട്ടേൺ ഇങ്ങോട്ട് വരുന്നില്ല. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് കിക്കർ റിട്ടേൺ വരാത്തതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് വരുന്നില്ല. കിക്കർ അവിടെ തന്നെ ഇരിക്കുകയാണ് ഗൈസ്. എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ അകത്ത് കിക്കർ സ്പ്രിങ് പൊട്ടിയാണെന്നാണ് തോന്നുന്നത്. കിക്കർ സ്പ്രിങ് പൊട്ടിയാലേ ഇങ്ങനെ കാണിക്കുള്ളൂ റിട്ടേൺ വരാത്തത്. എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കിക്കർ സ്പ്രിങ് വരുന്നത് ഇതിൻ്റെ അകത്താണ്. കിക്കർ സ്പ്രിങ് വരുന്നത് ഈ കിക്കറിൻ്റെ അവിടെ ഒരു കിക്കർ പ്ലേറ്റ് ഉണ്ട്, അതിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ ഈ സ്പോക്കറ്റ് അഴിച്ചെടുക്കണം. സ്പോക്കറ്റ് അഴിച്ചിങ്ങനെ മാറ്റാം. ഇവിടെ ഇതിൻ്റെ അകത്താണ് കിക്കർ സ്പ്രിങ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. ക്ലീൻ ചെയ്തു ഗൈസ്. ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് 4ൻ്റെ അല്ലങ്കിയാണ് ഇതിനകത്ത് വരുന്നത്. 4ൻ്റെ അല്ലങ്കി വെച്ചാണ് ഇത് അഴിച്ചെടുക്കാനായിട്ട് ഗൈസ്. നമുക്ക് അഴിച്ചെടുത്ത് നോക്കാം. നമ്മൾ കവർ അഴിച്ചെടുത്തിട്ടുണ്ട്. കവർ അഴിച്ചെടുത്തപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് കിക്കർ സ്പ്രിങ് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ പൊട്ടിയേക്കണ ഇതാണ് കാണുന്നത്. പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ 10ൻ്റെ ഈ ബോൾട്ട് വേണം നമുക്ക് അഴിച്ചെടുക്കാനായിട്ട്. കിക്കർ സ്പ്രിങ് ഊരാനായിട്ട് 10ൻ്റെ ബോൾട്ട് അഴിച്ചാലേ നമുക്ക് കിക്കർ സ്പ്രിങ് ഊരിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഈ കിക്കറിൻ്റെ അവിടെ ലോക്കിലാണ് ഈ കിക്കർ സ്പ്രിങ് ഇടുന്നത്. ഈ കിക്കറിൽ ലോക്ക് ഉണ്ട്. അതിലാണ് ബൗള്. ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ അകത്ത് കിക്കറിൻ്റെ അകത്ത് കേസിൻ്റെ അകത്തായിരിക്കും കിക്കർ ബൗള് തന്നെ. ഈ കിക്കർ ബൗളിനെ ഇതാക്കാൻ വേണ്ടിയാണ് കിക്കർ സ്പ്രിങ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ കിക്കർ സ്പ്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ കിക്കർ മേളിലേക്ക് റിട്ടേൺ വരില്ല. കിക്കർ ചവിട്ടുമ്പോൾ കിക്കർ സ്പ്രിങ് റിട്ടേൺ വരില്ല. അതാണ് കിക്കർ സ്പ്രിങ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കിക്കർ സ്പ്രിങ് പൊട്ടിയതുകൊണ്ടാണ് നമുക്ക് കിക്കർ റിട്ടേൺ വരാഞ്ഞത്. അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ കിക്കർ സ്പ്രിങ് ജെന്യൂൻ പാർട്സ് ആണ്. ഇതിനാകെ വില വരുന്നത് വെച്ചാൽ 16 രൂപയാണ് കിക്കർ സ്പ്രിങ് വരുന്നത്. പിന്നെ ഈ ടൈമിംഗ് കൊണ്ട് ഒരു ആർച്ച് പാക്കിങ്ങും വരും. പാക്കിങ് നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ പാക്കിങ് അഴിച്ചു കഴിയുമ്പോൾ എന്തായാലും ഇത് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് പേപ്പർ പാക്കിംഗ് ആണ്. അതുകൊണ്ട് ഈ പാക്കിങ്ങും മാറണം. ഇതിന് 65 രൂപ തന്നെ വില വരുന്നുണ്ട് ഈ പാക്കിങ്ങിന്. പാക്കിങ് നമ്മൾ എന്തായാലും മാറണം. അല്ലെങ്കിൽ ഓയിൽ ലീക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നതാണ്. ഇത് സെറ്റ് ചെയ്യാൻ ഇവിടെ പാക്കിംഗ് ഒന്നുമില്ല. നമ്മൾ അനാബോണ്ട് അല്ലെങ്കിൽ പശകല ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ കിക്കർ സ്പ്രിങ് നമ്മൾ ഇട്ട് ഗൈസ്. ഇത് 10ൻ്റെ ബോൾട്ടാണ് ഇവിടെ വരുന്നത്. ഈ സ്പ്രിങ് ഇട്ട ശേഷമാണ് ഈ 10ൻ്റെ ബോൾട്ട് സ്പ്രിങ്ങിലൂടെ കണക്ട് ചെയ്തിട്ട് വേണം കേസിലേക്ക് കണക്ട് ചെയ്ത് പിടിപ്പിക്കാം. ഞാൻ ത്രെഡ് വരുന്നത് ഈ 10ൻ്റെ ബോൾട്ടിലാണ് വരുന്നത്. പിന്നെ ഈ കവറ് ചീവിയിട്ട് ഇതിൻ്റെ കവറ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ പശയിട്ട് സെറ്റ് ചെയ്യാം.
നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. കിക്കർ സ്പ്രിങ് വീണ് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി കിക്കർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ചവിട്ടി നോക്കാം. നമുക്കൊന്ന് നോക്കാം കിക്കർ വീണിട്ട് റിട്ടേൺ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. റിട്ടേൺ വരുന്നുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കിക്കർ സ്പ്രിങ്ങിൻ്റെ ഫ്രണ്ടിലെ സ്പോക്കറ്റ് സെറ്റ് ചെയ്തു. കിക്കർ സ്പ്രിങ് വെച്ച് കിക്കർ പ്ലേറ്റും സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് വെച്ചാൽ ഈ ആർച്ച് കവറിൻ്റെ പാക്കിങ് സെറ്റ് ചെയ്യാൻ എങ്ങനെയാണോ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് ആർച്ച് പാക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പാക്കിങ്ങാണ്. ഈ പാക്കിങ്ങിൽ ഒരിക്കലും നമ്മൾ ഇത് അനാബോണ്ടോ പശയോ ഒന്നും ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ കാരണം വെച്ചാൽ ഇതിനകത്ത് ഇവിടെയൊക്കെ ഓയിൽ പമ്പിങ്ങിൻ്റെ ഒരു പൊസിഷനുണ്ട്. എന്ന് വെച്ചാൽ പമ്പിങ് നടക്കുന്ന പൊസിഷനാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഓയിൽ പമ്പ് കയറി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവുകയും ഓയിൽ പശ എല്ലാം കയറി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവുകയും സൗണ്ട് ടാപ്പ് ആൻഡ് നോയ്സ് അങ്ങനെയുള്ള സൗണ്ട് വരികയും ചെയ്യണം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കവർ അഴിച്ചു കഴിഞ്ഞാൽ ഈ ഓയിൽ പമ്പിൻ്റെ ഈ ഓറിങ് ഈ ഇല്ലറ്റ് ഓറിങ് എപ്പോഴും ഇതിനകത്ത് ഉണ്ടാന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഈ നമ്മുടെ കവറിൽ തന്നെ ഒട്ടിയിരിപ്പുണ്ടാവും. ഇതെടുത്തിട്ട് ഇത്തിരി ഗ്രീസ് എടുത്തിട്ട് പശ വേറെ ഏതോ വർഷം വരെ പശ എന്താണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇത് നേരെ പമ്പ് ഓയിൽ വലിക്കാൻ നേരത്ത് ഈ പശയും ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് പമ്പിങ് അതിൻ്റെ ഇടയിലെ ചെറിയ ഹോളുകളിലേക്ക് ചെന്ന് ഇത് അടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ ഗ്രീസ് ഇട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഇത്തിരി ഗ്രീസ് ഉപയോഗിച്ച് സെറ്റ് ചെയ്താൽ ഗ്രീസ് ഇട്ട് ഉപയോഗിച്ച് സെറ്റ് ചെയ്താൽ ഇതിവിടെ സെറ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. നോക്കാനായിട്ട് ആർച്ച് പാക്കിങ്ങും അതേപോലെ തന്നെ ചെറിയൊരു പീസ് പുരട്ടിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാം.